ഗൈസ് ഞങ്ങളിപ്പോൾ റവയിൽ പോവുകയാണ്. റവ ഇവിടെ പറഞ്ഞു ഗ്രോസറി കടയാണ് റവ, പക്ഷെ അവിടുന്ന് റവ മേടിക്കാൻ പറ്റത്തില്ല അല്ലേ? അതെ അതെ, റവ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും റവ എന്ന് പറയുന്ന കടയിൽ. കാണുമായിരിക്കും, റവയും കാണും. യാ റവ് റവ് റവ അല്ല, അത് റവ്. ഞങ്ങൾ പോവാണേ റവയിൽ പോയിട്ട്. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൻ്റെ IC വരുന്ന ആ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. യെസ്, വി ആർ എക്സ്പ്ലോറിങ് ദിസ് സിറ്റി, ദിസ് എയർപോർട്ട്. ഫ്രൂട്ട്സിന് ഇതുണ്ടോ? ഫ്രൂട്ട്സിന് വരുന്നത് 10 അല്ലടാ 10.23 euro. അതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്. ഇത് ഒന്നാതെ എയർപോർട്ടിൻ്റെയും കൂടി ആകുമ്പോൾ ഇച്ചിരി കൂടി റേറ്റ് കൂടുതലാണ്. ആണല്ലേ? വലുതല്ലേ? ഉള്ള ഈസ്റ്റർ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മുയലുകൾ ഇരിപ്പുണ്ട്. മുയൽ, പിന്നെ വേറെ ഏതോ ഒരു ടൈപ്പ് ഓഫ് എന്തോ എല്ലാം കണ്ടിട്ട് കളിപ്പാട്ടം പോലെ തോന്നും. ഇതെല്ലാം മിഠായികളാണ് കേട്ടോ. എന്നാണ്ട് മുട്ടയിലൊക്കെ ഉണ്ട്. മുട്ട ഈസ്റ്റർ ആയതുകൊണ്ടാണ്. മിഠായിയാണ് ഫുള്ള്. ഈസല്ലേ ലോക്കൽ മിഠായികൾ നമ്മുടെ നാട്ടിൽ. യാ നമ്മുടെ നാട്ടിൽ, പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്നിക്കേഴ്സ്. പക്ഷേ ഇതിന് സ്നിക്കേഴ്സിനൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ വിലയല്ലേ? പിന്നെ 20 രൂപ ചെറിയൊരു കുഞ്ഞ് ഇത്ര ഉള്ളതിന്. ഇതാണ് നമ്മുടെ കിൻഡർ ജോയ് നാട്ടിലെ. യാ നമ്മുടെ ഡയറി മിൽക്കിന്റെ സെക്ഷനാണ്. ഡയറി മിൽക്കാണ്. മിൽക്കാണ് നമ്മുടെ നാട്ടിലെ ഡയറി മിൽക്ക് കണ്ടുപിടുത്ത മിൽക്ക. അതിന് മിഠായി ഇതൊക്കെ എന്ന് പറയുന്നത് സോസേജ് സാധനങ്ങൾ പലതരത്തിലുണ്ട്. ബീഫിൻ്റെ ഉണ്ട്, പന്നിയുടെ ഉണ്ട്. കൂടുതലും പന്നിയുടെ വരാനാണ് ചാൻസ്. ഇവിടെ പന്നിയാണോ വില കുറവ്? പന്നിക്ക് അത്യാവശ്യം വില കുറവാണ്. റിഞ്ച് ഫ്ലൈസ് എന്ന് വെച്ചാൽ ബീഫ്, അതിന് ഇച്ചിരി വില കൂടുതലാണ്. ഇതൊക്കെ സലാമി, ഇതൊക്കെ നമ്മൾ ബ്രെഡിനകത്ത് വെച്ച് കഴിക്കുമ്പോൾ അത് സലാമി, അതൊക്കെ പന്നി വെച്ചുള്ളതാണ്. പന്നിയുടെ ഫോട്ടോ ഉണ്ടോ? പന്നി ആടിയത് കാട്ടുപന്നി. ചുമ്മാന്നേ സ്നാക്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ ബ്രോഡ്. നമ്മളിത് കഴിക്കുന്നത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ച് കഴിക്കുക, അല്ലാതെ ചുമ്മാ മണ്ണ് പോലൊന്നും കഴിക്കത്തില്ല. ഇവിടെ പിന്നെ ഫുള്ള് ബ്രെഡാണ്. അത് കൊള്ളാലോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. മധുരമാണ്. ഇതെന്ന് പറയുന്നത് ആപ്പിൾ നുസ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഉള്ളില് ആപ്പിളിന്റെ സാധനമാണ്. ഇത് ഫ്രാൻസ് ബ്രോക്സ്റ്റൺ ബേഗൻ വെജിറ്റേറിയൻ ഇതിനെ പറ്റും. അങ്ങനെ ഒരുപാട് സാധന സാമഗ്രികൾ ഞാൻ നമുക്ക് ഒരു 3 ഉള്ളിയുടെ വില നോക്കാം. 3 ഉള്ളിയുടെ വില വരുന്നത് എത്ര മതി? 3 ഉള്ളി ഫ്രീ ആണെന്ന് തോന്നുന്നു. പൈസ എഴുതിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ ആണല്ലേ? 1.79 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 200 രൂപയ്ക്കകത്ത് വരും. നമുക്ക് നല്ല വിലക്കുറവിൽ കണ്ട് ഈ ഷാമ്പു കിട്ടും. വെറുതെ നമ്മൾ ഈ നാട്ടിലോട്ട് വരുമ്പോൾ ഷാമ്പു ഒന്നും മേടിച്ചുകൊണ്ട് വരണ്ട. ഷാമ്പുവും അങ്ങനെയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നല്ല വിലക്കുറവിൽ കിട്ടും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനം തന്നെ. അതിനൊന്നും വലിയ വിലയില്ല. 2 യൂറോയേ ഉള്ളൂ. ഗൈസ്, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. നാട്ടിൽ നിന്ന് വരുന്നവർ ഇതൊന്നും വാരി കിട്ടിക്കൊണ്ട് വരണം. അതെ അതെ, എപ്പോഴാണ് മനസ്സിലായത്? ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇത് പിന്നെ എല്ലായിടത്തും കാണുമല്ലേ. അല്ലാതെ ഇതൊക്കെ എല്ലാവർക്കും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സാധാരണ ഇതൊക്കെ 300 രൂപ ടൈപ്പൊക്കെ ഉള്ളൂ. അത്യാവശ്യം സാധനങ്ങളും ഉണ്ട്. വലിയ വിലയൊന്നും ഇല്ല ഇവിടെ ഒന്നും. ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും വലിയ വിലയില്ല. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പം വലുതായിട്ട് സാധനങ്ങളൊന്നും മേടിച്ചുകൊണ്ട് വരണ്ട. ഇവിടെ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. വിലക്കുറവിൽ കിട്ടും. നാട്ടിലത്തെ അതേ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. വെയിറ്റും ആകത്തില്ല. ഇതൊക്കെ ഇച്ചിരി പൈസ കേട്ടോ. കൊള്ളാം. പക്ഷേ കേട്ടോ, ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. ഇപ്പം നമ്മൾ റോസ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെയാണ് നമുക്ക് ഈ പറയുന്ന കോസ്മെറ്റിക് സാധനങ്ങൾ, സ്കിൻ കെയർ പ്രോഡക്ട്സ് എല്ലാം നമുക്ക് വിലക്കുറവിന് കിട്ടുന്നത്. റെഡ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓഫറിലാണ്. ഓഫർ പ്രൈസാണ്. സോ നമുക്ക് നല്ല വിലക്കുറവിൽ കിട്ടും. ഗൈസ്, ലിൻഡ് ആണ് ഈ കാണുന്നതെല്ലാം. ലിൻഡിൻ്റെ പലതരത്തിലുള്ള ചോക്ലേറ്റ്സ്. നമ്മുടെ നാട്ടിലേക്കാളും നല്ല വിലക്കുറവാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ മെലഡി പോയി കഴിക്കുന്ന പോലെ കഴിക്കുന്നത്.
നല്ല വിലക്കുറവാണ് നമ്മുടെ നാടിനേക്കാൾ. നമ്മുടെ ലേസാണ് ഗൈസ്, നമ്മുടെ ചീറ്റോസ്, കുർക്കുറ അങ്ങനെയുള്ള സാധന സാമഗ്രികളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. കണ്ടോ, ഒരുപാട് സാധനമുണ്ട്. പക്ഷേ ഇത് നമ്മളിവിടെ നിൽക്കുമ്പോൾ അങ്ങനെ കഴിക്കാനൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ ഇവിടുത്തെ പുഡിങ്ങും കാര്യങ്ങളും. പുഡിങ്, യോഗട്ടൊക്കെ ചുമ്മാ കഴിച്ചാൽ മതി. മാറാൻ എന്തും കഴിക്കാം. ഇതൊക്കെ കണ്ടില്ലേ, യോഗട്ട്, അത് എടുത്ത് ചുമ്മാ കഴിച്ചാൽ മതി. വിശക്കുമ്പോഴേ സെന്റൊക്കെ അല്ലേ ഉള്ളൂ. ശരിയാണല്ലേ, പോകുമ്പോഴേ അതൊക്കെ കൊണ്ടുപോയാൽ മതി. അത് ശരിയാണ്. നമ്മൾ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിതുവെല്ലാം മേടിച്ചിട്ട് €1 പോലും ഇല്ല. 100 രൂപയ്ക്കും താഴെയാണ്, 100 രൂപയ്ക്കും താഴെയാണ്. അങ്ങനെ ചീസ് ഐറ്റംസ്. നമ്മുടെ ടോം ആൻഡ് ജെറിയിൽ കാണുന്ന ചീസ്, ഞാനിത് ആദ്യമായിട്ട് കാണാം കേട്ടോ. ടോം ആൻഡ് ജെറിയിൽ കാണുന്ന ചീസ് ഐ തിങ്ക് ഈ ഡയറി മിൽക്കാർ ഇവരെ കോപ്പി അടിച്ചെന്നോ അതോ ഇവർ ഡയറി മിൽക്കിനെ കോപ്പി അടിച്ചെന്നോ? ഇത് നല്ലതാ, ഇത് നല്ല ടേസ്റ്റ് ആണല്ലേ? വേണോ? വേണ്ട വേണ്ട, ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്സ്. ഇതാണ് നമ്മുടെ കുടുകാര പസങ്ങൾക്ക് ഇഷ്ടപ്പെട്ട. ഇതൊക്കെ നമ്മുടെ കള്ള് മിക്സഡ് ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം ആൽക്കഹോൾ കണ്ടന്റ് കാണും. എത്ര ഉണ്ടോ നോക്കട്ടെ. അതല്ല ആൽക്കഹോൾ കണ്ടന്റ് ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് കുടിച്ചെവിടെയും കിടക്കല്ലെന്ന്. ഇല്ല, ഇതില് കാണുന്നല്ലോ. ഇവിടെ ഉണ്ട്. നമുക്കിനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് പോകുമ്പോൾ അപ്പോൾ ഗൈസ്, അവൾക്ക് പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ സാധനങ്ങൾ കാണിച്ചിട്ട് ഇതൊന്നും ഒക്കെ ഇൻട്രസ്റ്റിംഗ്. ദിസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. ആൽക്കഹോൾ, ഐ വാണ്ട് ടു സീ ആൽക്കഹോൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ. ഇവിടെയാണ് നമ്മുടെ. ഓ മൈ ഗോഡ്, ഇതൊക്കെ വൈനാ. ഇതൊക്കെ പലതരത്തിലുള്ള വൈനുകളായിരിക്കുന്നത്. ഒരു വലിയ വിലയൊന്നുമില്ല. 700-നകത്തൊക്കെ ഉള്ളു അല്ലേ? 700. ഇതൊക്കെ വൈനാടി. Different type of wines. Let's see. Jim Beam. Guys, red label. നോക്കിയ റെഡ് ലേബിളിന് 15 euro, 15.99 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് യെസ് എടി ഇത് കാണുന്ന എൻ്റെ ചേട്ടന്മാർ. രശ്മി വരുമ്പോൾ വരണം. വേറൊന്നുമില്ല, ഇവിടെ സാധനങ്ങൾ കുറവാന്ന് തോന്നാട്ടോ. എന്നാലും ഉണ്ട് കേട്ടോ. സ്കൈ വോഡ്ക ഉണ്ട്, സ്കൈ വോഡ്ക. എന്ന് ബിറ്റി സാജൻ. ഇത് നല്ലതാണ് കേട്ടോ. ഇത് കുടിച്ചാൽ നീ എരിഞ്ഞു പോകുകയും മോനെ ആ ഒരു എരിച്ച് പൊക്കിയുന്ന സാധനം അത്. ഇത് വോഡ്കയല്ലേ? വോഡ്ക. നമ്മളെ ഒരു ഉള്ളിന്നൊരു കത്തല അത് കുടിക്കുമ്പോ. ആണല്ലേ? ബക്കാടി ഇരിപ്പുണ്ട്. ബക്കാടി എന്ത്, അത് നോർമലായിരിക്കും. സ്പൈസി ഉണ്ടോ? സ്പൈസി ഞാൻ കുടിച്ചിട്ടില്ല. ഒരെണ്ണം ബെല്ലാവിറ്റ് എന്താണ്? ബാലന്റൈൻസ്. നമ്മുടെ വിസ്കി, സ്കോച്ച്. വിസ്കി അത് തന്നെ ഗൈസ്. ബിയറാണ്. ആണോ? ഓ മൈ ഗോഡ്, ചെറിയ വലിയ ബിയറിനൊന്നും ഒട്ടും പൈസ ഇല്ല. ഞാൻ കാണിക്കാം. ഓക്കെ, ഇതൊന്നും വലിയ വിലയില്ല ഗൈസ്. ഇവിടെ വെള്ളത്തിനേക്കാൾ വിലക്കുറവാണ് ശരിക്കും പറഞ്ഞാൽ ബിയറിനൊക്കെ അല്ലേ? ഇതെന്തോന്നറിയാവോ? റെഡ് വൈൻ. അത് പൊളി ടേസ്റ്റാ. ഞാൻ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ കുടിക്കാറില്ല. ഞാനൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടുള്ളതാണ്. അതെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മളെങ്ങനെ തേങ്ങ ഒക്കെ ഇവിടെ പൊതിക്കുകയാണോ എങ്ങനെയാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് ഈ പറയുന്നത്. ഈ തേങ്ങയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. തോരൻ വെക്കുമ്പോൾ എല്ലാത്തിനും ഞങ്ങൾ ഇതാ യൂസ് ചെയ്യാറല്ലേ. ഇതിന് നമുക്ക് ഇവിടുത്തെ പ്രൈസ് വരുന്നത് €189 ആണ്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊരു 200. ഗൈസ്, ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതിനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട് ഇവിടെ. അതല്ല എടി, നീ എയർപോർട്ട് കണ്ടിട്ട് നീറ്റ് ക്ലീൻ എന്ന് പറഞ്ഞു. നീ പുറം ലോകം കണ്ടില്ലല്ലോ ഇതിന് ശേഷം? കണ്ടില്ല. നീ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ. ക്ലീൻ അല്ലേ? ക്ലീൻ എന്ന് വെച്ചാൽ എല്ലാ സിറ്റീസും അത്ര ക്ലീൻ ആയില്ല അങ്ങോട്ടും. ആണല്ലേ? അപ്പം ഞാൻ ഉദ്ദേശിച്ചൊന്നല്ല ഗൈസ്. നീറ്റും ക്ലീനും അല്ലാത്ത സ്ഥലവും ഉണ്ട് നമുക്ക്. ഇതുവഴി വെളിയിലിറങ്ങാം. ആണല്ലേ? ഞങ്ങളിവിടെ സ്പ്രൈറ്റ് മേടിക്കാനാണ് വന്നേക്കുക. ബർഗർ മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോൾ ഒരു സ്പ്രൈറ്റും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി
മേടിക്കാമെന്ന് വെച്ചേക്കുക. യെസ്. സോ ഗൈസ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫണ്ട്, ജർമ്മനിയിലെ ഫണ്ടിനെ പറ്റിയാണ്. എല്ലാ ബോട്ടിൽസും ഫണ്ടുള്ള ബോട്ടിൽസിൽ ഇങ്ങനെ കാണിക്കും, കണ്ട ഇതാണ് ഫണ്ടിൻ്റെ സിമ്പല്. അപ്പോൾ ഇങ്ങനത്തെ തന്നെ നമ്മൾ എക്സ്ട്രാ 25 സെൻറ്റും കൂടി പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിൽ ഇടുമ്പം ഇത് ലെയറായിട്ട് മെഷീനിൽ ഇടുമ്പോൾ തിരിച്ചാ പൈസ കിട്ടും, അതിൻ്റെ ഒരു കൂപ്പൺ കിട്ടും. അതെവിടെയാണ് മെഷീൻ കാണിച്ചു തരാം. പിന്നെ ഓക്കെ, ഇതിന് എവിടെയാണ് ഈ പറഞ്ഞ ഫണ്ട് എവിടെ ഇടുന്നതെന്നാണ് കാണാൻ. നമ്മൾ ആ ഹോളിലോട്ട് നമ്മൾ കുപ്പി ഇട്ടാൽ മതി. അപ്പം നമ്മൾക്ക് ഇതിൽ നിന്നൊരു ബില്ല് കിട്ടും. ആ ബില്ലും കൊണ്ട് അവിടെ പോയാൽ മതി, ബില്ലിംഗ് സെക്ഷനിൽ. ബില്ലിംഗ് സെക്ഷനിൽ നമ്മളത് ആ ഒരു ഫണ്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കിട്ടും. ഇതിനൊന്നും ഫണ്ടില്ല, സിമ്പിളില്ല. അങ്ങനെയുള്ളതെല്ലാം അവരിവിടെ കൊണ്ടുവന്നിട്ട് ഇടും, വെറുതെ ഇടും.